ശബരിമലയിലെ സ്വർണ്ണപീഠം കാണാതായതിൽ ഗൂഢാലോചന സംശയിക്കുന്നുവെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തന്നെയാണ് സഹോദരിയുടെ വീട്ടിൽ പീഠം എത്തിച്ചത്. കോടതി ഉചിതമായ തീരുമാനമെടുക്കട്ടെയെന്ന് മന്ത്രി പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഉണ്ണികൃഷ്ണൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് ഈ 4.5 വർഷമായി കാര്യം എടുത്ത് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ബഹുജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയിക്കേണ്ടി വരും. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി അതിലെന്ത് നാളെ പറയുന്നു എന്നതിനെ ആസ്പദമാക്കി ഭാവി കാര്യങ്ങളെ സംബന്ധിച്ചു. സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ട ദുരൂഹത വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു. സ്വർണ്ണപീഠം എടുത്തതുകൊണ്ട് ഉണ്ണികൃഷ്ണനോ വാസുദേവനോ ലാഭമില്ല. എന്തിനങ്ങനെ ചെയ്തു എന്നത് വിജിലൻസ് അന്വേഷിക്കണമെന്നും വിവാദമുണ്ടായ കാലത്ത് ദേവസ്വം പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ പറഞ്ഞു. അയാൾ ഈ കൈവശം വെച്ചിട്ട് എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനകത്ത് വേറെ വലിയ ലാഭമുള്ള കേസൊന്നുമല്ല. എന്നുവെച്ചാൽ ആകെയുള്ളൊരു ഇതെന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രത്തിന് മുമ്പിലിരിക്കുന്ന ദ്വാരപാലകരുടെ ശില്പവുമായി ബന്ധപ്പെട്ട അതിൻ്റെ അടിയിലത്തെ പാളിയെന്ന് മാത്രമേ ഉള്ളൂ. എന്താ അതിനകത്ത് വേറെ ലാഭമൊന്നുമുള്ള കേസല്ല. പക്ഷെ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് അറിഞ്ഞുകൂടാ. വിജിലൻസിൻ്റെ റിപ്പോർട്ടുണ്ട്. അതായത് ഇങ്ങനെയുള്ള ഒരാളിനെ ചുമതലപ്പെടുത്താൻ പാടുണ്ടോ എന്നുള്ളത് നമ്മൾ വിജിലൻസിൻ്റെ തിരുവാഭരണം കമ്മീഷണർ വിജിലൻസ്, ചീഫ് എഞ്ചിനീയർ ഇത്രയും പേരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. എ വി ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഇതിലെല്ലാം പ്രതികരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് വലിയ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ്. എന്തിനാണ് ഈ തരത്തിലേക്ക് ഇത് മാറ്റിവെച്ചിട്ട് പിന്നീട് പരാതി കൊടുത്തത് എന്നുള്ളൊരു സംശയം, അത് അന്വേഷിച്ച് തന്നെ കണ്ടെത്തേണ്ടതാണ്. അതല്ലേ മനസ്സിലാക്കേണ്ടത് ഈ പ്രതികരണങ്ങളിൽ നിന്നും? അതെ അനുജ, അത്തരത്തിൽ പ്രതികരണങ്ങൾ തന്നെയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും ഒപ്പം തന്നെ ദേവസ്വം മന്ത്രി വി എൻ വാസവനും ഒക്കെ തന്നെ പറയുന്നത്. ഈ കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു അന്തിമ തീരുമാനം എടുക്കട്ടെ എന്നൊരു പൊതു നിലപാട് രണ്ടുപേരും ആവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ പീഠവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ, വലിയ ദുരൂഹതകളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു ഘട്ടത്തിലാണ് കേസ് ഇന്ന് ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇന്ന് ഈ കേസ് പരിഗണിക്കും. ആ ഘട്ടത്തിൽ കോടതി നിർദ്ദേശം അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ ഒരു നിലപാട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പീഠം സ്പോൺസർ ചെയ്യുകയും പിന്നീട് കാണാനില്ലെന്ന ആക്ഷേപവുമായി പരാതിയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇത് കോടതി വരെ കയറി. ഏറ്റവും ഒടുവിൽ ദേവസ്വം വിജിലൻസ് കഴിഞ്ഞ ഒരാഴ്ചയോളമായി സ്വർണ്ണപീഠത്തിന് നിരന്തര പരിശോധനകൾ നടത്തി. പക്ഷേ കണ്ടെത്താനായില്ല. പിന്നീട് ഏറ്റവും ഒടുവിൽ ഇദ്ദേഹത്തിന്റെ ജീവനക്കാരനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ സ്വർണ്ണ പീഠം കണ്ടെത്തുകയുമാണ് ചെയ്തത്. സംഭവത്തിൽ അടിമുടി ദുരൂഹതയാണ് ദേവസ്വം വിജിലൻസ് നിലവിൽ സംശയിക്കുന്നത്. ഈ ശബരിമലയുടെ ഒക്കെ തന്നെ പാരന്റിംഗ് അതോറിറ്റിയായ ഹൈക്കോടതി തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ മേൽ നടപടികളെ കുറിച്ച് തീരുമാനമെടുക്കട്ടെ എന്നാണ് നിലവിൽ ദേവസ്വം ബോർഡിന്റെ ഒരു നിലപാട്. കാരണം ദേവസ്വം ബോർഡിനെ തന്നെ മൊത്തത്തിൽ കള്ളന്മാരാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ഈ സ്പോൺസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതൊക്കെ തന്നെ വളരെ ഗൗരവകരമായാണ് ദേവസ്വം ബോർഡും പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോഴായിരിക്കും ഈ വിഷയത്തിൽ ഇനി എന്ത് എന്നൊരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കും. എന്തായാലും വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് സമാപ്തിയായിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ ബന്ധുവീട്ടിൽ നിന്ന്, സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ പീഠം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ദേവസ്വം വിജിലൻസിനെ സംബന്ധിച്ച് അത് വലിയ ക്രെഡിറ്റ് ആണ്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഈ കാര്യം നൽകുന്നത്. അതെ, കോടതി എന്ത് പറയും എന്നുള്ളതും പ്രധാനമാണ്. ഇതിലെ ദുരൂഹത ഒഴിഞ്ഞിട്ടില്ല. ഈ മാസം 25-നാണ് സ്വർണ്ണപീഠം വീട്ടിലെത്തിച്ചത് എന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണന്റെ സഹോദരി മിനി ദേവി 24-നോട് പറഞ്ഞു. സീൽ ചെയ്താണ് കൊണ്ടുവന്നത്. ഷീൽഡ് ആണെന്നാണ് സഹോദരൻ തന്നോട് പറഞ്ഞത്. എന്താണ് സംഭവമെന്ന് അറിയില്ലായിരുന്നുവെന്നും മിനി ദേവി പറഞ്ഞു. 25-ാം തീയതി വ്യാഴാഴ്ച വെളുപ്പിന് നേരം വെളുത്തു വരുന്ന സമയത്ത് അനിയനും മറ്റേ വേറൊരാളൂടെ അവൻ അങ്ങ് ബാംഗ്ലൂർക്ക് പോവായിരുന്നു രാവിലെ. അപ്പൊ ഈ ഒരു സാധനം, സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീൽഡ് ആണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. വരുന്നവരാരെങ്കിലും വന്ന് എടുത്തോണ്ട് പോകും. അങ്ങനാണ്. പക്ഷെ ഇത് പിന്നെ അപ്പൊ അന്ന് ആരും വന്നില്ല. ഇന്നലെയും വന്നില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇവര് വന്നിട്ട് ഇങ്ങനെ, അപ്പൊ ഞാൻ അവനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞത് സാധനം ഇങ്ങനെ വേറൊരാളിന്റെ കയ്യിലാണ് ഇരുന്നത്. നമ്മൾ അറിയുന്നില്ല ഇത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നും. ഇത് 3-4 വർഷം മുമ്പ് ചെയ്ത ഒരു കാര്യമാണ്. 2 ദിവസം കഴിഞ്ഞ് തിരികെ കൊണ്ടുപോകുമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നതെന്ന് സഹോദരി ഭർത്താവ് ഈശ്വരൻ പോറ്റി പറഞ്ഞു. വിജിലൻസ് വന്നപ്പോഴാണ് കാണാതായ സംഭവത്തെക്കുറിച്ച് അറിയുന്നതെന്നും ഈശ്വരൻ പോറ്റി പ്രതികരിച്ചു. ചിലപ്പോ പലർക്കും കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവച്ചിട്ട് ഇന്നാരിവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും എന്ന രീതിയിൽ നേരത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു ഐറ്റമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഇത് ഇന്നലെ വിജിലൻസിൻ്റെ ആൾക്കാർ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്
ദേവസ്വം വിജിലൻസ് ആണ് വന്നത്. അവരാണ് ഇങ്ങനൊരു പാക്കറ്റ് ഇവിടെ ഉണ്ട്, അവരെങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല ഇവിടെ കൊണ്ടുവച്ചത്. നമ്മളാരും ദേവസ്വം വിജിലൻസുകാർ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവച്ച ആൾ തന്നെ ആയിരിക്കും പറഞ്ഞത് കാണാൻ, അല്ലെങ്കിൽ പിന്നെ ദേവസ്വം വിജിലൻസ് ഇവിടെ വരേണ്ട കാര്യമില്ല. അവർ വന്നു ഇതുപോലെ ഇവിടെ ഒരു ഐറ്റം ഉണ്ട് എന്ന് വൈഫിനോട് പറഞ്ഞപ്പോൾ ഞാൻ ആ സമയത്ത് ഞാനില്ലായിരുന്നു. ഇവർ കവറൊക്കെ പൊട്ടിച്ച് നോക്കിയതിന് ശേഷമാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇവർ ഇതെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ദേവസ്വത്തിൻ്റെ വിജിലൻസിലുള്ള ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.